ഹലോ ഗൈസ്, ഞങ്ങൾ അടുത്ത ട്രിപ്പ് ഇതേ ഇവിടെ സ്റ്റാർട്ടാവുക. പുറത്ത് നല്ല മഴയാണെങ്കിലും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഒറ്റയ്ക്കല്ല ട്രാവൽ ചെയ്യണേ, നമ്മളോട് പൊന്നും ഉണ്ട്, രാഹുലും ഉണ്ട്. അയ്യോ, എങ്ങോട്ടാ പോകണമെന്ന് ഞാൻ പറയാൻ മറന്നല്ലേ, വിയറ്റ്നാം. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഞങ്ങൾ മൊത്തമൊക്കെ ഈ കാണുന്നത്. നമുക്ക് വേറെ പാക്കേജ് ഒന്നും ഇല്ലാണ്ട് ഇൻഡിവിജ്വലായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു രാജ്യമാണ് വിയറ്റ്നാം. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എൻ്റെ ഈ വ്ളോഗിൽ നിങ്ങൾ മെയിനായിട്ട് കാണുന്നുണ്ടാവുക. CSFR പാസ്പോർട്ട് നോക്കിയിട്ട് ഇത് അശ്വതിയാണോ അച്യുതനാണോ എന്ന് ചോദിച്ചതിൻ്റെ ചമ്മലാണ് അശ്വതിയുടെ മുഖത്ത്. ഞങ്ങൾ ചൂസ് ചെയ്തത് വിയറ്റ്ജെറ്റിൻ്റെ എയർലൈൻസ് ആയിരുന്നു. വിയറ്റ്ജെറ്റിന് കൊച്ചിയിൽ നിന്ന് ഹോച്ചിമിൻ സിറ്റിയിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റുകളുണ്ട്. നമ്മൾ ട്രാവലിൻ്റെ ഒരു 2 to 3 months മുന്നേ ബുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വിയറ്റ്ജെറ്റ് ഒരു 8,000 to 9,000 നമുക്ക് ഫ്ലൈറ്റ് കിട്ടും. എയർപോർട്ടിൽ വരുന്നതിനെക്കാട്ടും മുന്നേ നമുക്ക് വിയറ്റ്ജെറ്റിൻ്റെ എയർലൈൻസിലെ ആപ്പിൽ കയറിയിട്ട് നമുക്ക് ബോർഡിങ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ ക്യൂ ഒഴിവാക്കി കിട്ടും. വിയറ്റ്ജെറ്റ് ഒരു ബഡ്ജറ്റ് എയർലൈൻസ് ആയതുകൊണ്ട് ഹാൻഡ് ബാഗ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആഡ് ഓൺ പാക്കേജ് ആഡ് ചെയ്തു. ഞങ്ങൾ 4 പേർക്കും കൂടെ ഞങ്ങൾ 20 കിലോ ആഡ് ചെയ്തത് 3,500 രൂപയ്ക്കാണ്. അങ്ങനെ ചെക്കിനെല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീയിലൂടെ ഞങ്ങൾ ഗേറ്റിലോട്ട് കടന്നു. അപ്പോഴാണ് അനൗൺസ്മെൻറ്റ് വന്നത്, നമ്മളെ ഫ്ലൈറ്റ് 12 മണിൻ്റെ ഫ്ലൈറ്റ് 12:30 ആക്കിയെന്ന്. എന്നാലും കുഴപ്പമില്ല, അരമണിക്കൂർ ഡിലേ ഉള്ളൂ. ഇന്ത്യൻസിന് വിയറ്റ്നാമിൽ പോകണമെങ്കിൽ വിസ വേണം. നമുക്ക് ടൂറിസ്റ്റ് വിസയ്ക്ക് ആകെ ആവണത് 2,200 രൂപയാണ്. വിയറ്റ്നാമിൻ്റെ വിസ പോർട്ടൽ സൈറ്റിൽ കയറി നമുക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണത്. എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പാസ്പോർട്ട് വേണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, നിങ്ങൾ എവിടെയാണ് ഇറങ്ങണേ, എവിടെ നിന്നാണ് റിട്ടേൺ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഹോച്ചിമിൻ സിറ്റിയിൽ ഇറങ്ങുകയാണെങ്കിൽ അതാണ് എൻ്റെ എൻട്രി പോയിൻ്റ്, എക്സിറ്റ് ഹനോയ് ആണെങ്കിൽ അതാണ് എൻ്റെ എക്സിറ്റ് പോയിൻ്റ്. പിന്നെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ അഡ്രസ്സ് വേണം, അത് നമ്മൾ ഫസ്റ്റ് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ മതി. പിന്നെ നമ്മൾ എത്ര ദിവസം അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഡേറ്റ്സും അതിൽ കൊടുക്കണം. ആ ഡേറ്റ്സ് ഒരു 2-3 ദിവസം കൂട്ടിയിട്ടുണ്ടും കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ 5-ാം തീയതിയാണ് ഞാൻ ട്രാവൽ ഉദ്ദേശിക്കണമെങ്കിൽ എനിക്ക് വിസയ്ക്ക് വേണ്ടി 3-ാം തീയതി മുതൽ കാണിക്കാം. പിന്നെ ബാക്കി അഡ്രസ്സും കാര്യങ്ങളും എക്സാക്ട് പാസ്പോർട്ടുള്ള അതേപോലെ നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 to 5 ഡേയ്സിനുള്ളിൽ നമുക്ക് വിസ നമ്മളെ മെയിലിൽ വന്നു. അങ്ങനെ ഇതാ നമ്മൾ ഫ്ലൈറ്റിൽ ബോർഡിനായി. വിയറ്റ്ജെറ്റിന് പൊതുവെ ഒരു ചീത്തപ്പേരുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഫ്ലൈറ്റ് അവർ ചില സമയത്ത് ഭയങ്കര ഡിലേ ആക്കും, ചില സമയത്ത് ക്യാൻസലാക്കും. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നം പറ്റിയിട്ടില്ല. നമ്മൾ ഇതിനു വേണ്ടി റിസർച്ച് ചെയ്യുമ്പോൾ പല വ്ളോഗുകളിലും കണ്ട ഒരു കാര്യമാണത്. അപ്പം നമുക്ക് ആ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം വെച്ചാൽ പുതിയൊരു രാജ്യം എക്സ്പ്ലോർ ചെയ്യണം. കണ്ടോ, ഈ ഫേസിലൊക്കെ അതിൻ്റെതാണ്. പുതിയ രാജ്യം എക്സ്പ്ലോർ ചെയ്യണം, പുതിയ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെ മൊത്തത്തിലൊന്ന് അടിപൊളിയാക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ പോണേ. അപ്പോഴേക്കും നമ്മളെ ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫിന് വേണ്ടി റെഡിയായി. പിന്നെ നമുക്കിനി ഒരു 6-6.25 മണിക്കൂറിൻ്റെ അടുത്ത് ഫ്ലൈയിങ് ടൈം ഉണ്ട് കേട്ടോ. രാത്രി 2 ലൈറ്റെല്ലാം ഓഫായിരുന്നു. പിന്നെ ഞങ്ങളും ചെറുതായിട്ടൊന്ന് മയങ്ങി. അതിന് ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ക്യാപ്റ്റൻ്റെ മെസ്സേജ് വന്നു, നമ്മൾ ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഇന്ത്യൻ ടൈമിനേക്കാളും ഒരു 1.5 മണിക്കൂർ മുന്നിലാണ് വിയറ്റ്നാം. അങ്ങനെ നമ്മളിതേ വിയറ്റ്നാമിൽ കാലുകുത്തി. നമ്മൾ ടാൻ സോങ് നാറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്, ഹോച്ചിമിൻ സിറ്റി. വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ഒരു നീളത്തിലുള്ള കൺട്രിയാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്തായ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ ആദ്യം സൗത്ത് ഹോച്ചിമിൻ സിറ്റി പോവും. പിന്നെ അവിടുന്ന് ഹൊയാൻ, സെൻട്രൽ ദനാങ് ഹൊയാൻ ആയിട്ടുള്ള സെൻട്രൽ ഏരിയ കവർ ചെയ്യും. അവിടുന്ന് ഹനോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തേൺ ഏരിയ കവർ ചെയ്യും. ഇതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ഏകദേശം ഒരു ബ്രീഫ്. ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വ്ളോഗുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഹോട്ടൽ ചെക്കിങ് എല്ലാം ഉച്ചയ്ക്ക് ഒരു 1:30-2 മണി എന്ന രീതിയിലായിരിക്കും. അപ്പോൾ സമയമുണ്ട്. അപ്പം നമ്മൾ നേരെ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ എമിഗ്രേഷൻ കൗണ്ടർ അവിടെ എത്തി. അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7-7:45 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അങ്ങനെ എമിഗ്രേഷൻ കഴിഞ്ഞിറങ്ങി. ഇനി അടുത്ത മെയിൻ 2 പരിപാടികളുണ്ട്. ഒന്ന് സിം എടുക്കണം, ഒന്ന് കറൻസി മാറ്റണം. കറൻസി ഫുള്ളായിട്ട് മാറ്റുന്നില്ല, കുറച്ച് കറൻസി മാറ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ USD ആണ് കൊടുന്നുള്ളത്. അത് തന്നെയാണ് ഏറ്റവും ബെറ്ററും. ഇവിടുന്ന് എയർപോർട്ടിനെക്കാട്ടും ബെസ്റ്റ് റേറ്റ് നമുക്ക് പുറത്തുനിന്നാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു $100 മാത്രമേ മാറ്റുള്ളൂ. അതേപോലെ ഒരു മൊബൈൽ ഫോണിൻ്റെ സിമ്മും ഞങ്ങൾ എടുത്തു. നമുക്ക് നെറ്റ് മാത്രം മതിയല്ലോ. അപ്പം അതിന് അക്കോർഡിംഗ്ലി ഒരു സിമ്മ് ഞങ്ങൾ എടുത്തു. പ്രൊസീജിയറെല്ലാം ഭയങ്കര ഈസി ആയിരുന്നു, പെട്ടെന്ന് തീർന്നു. അങ്ങനെ സിമ്മും പൈസയും മാറ്റി. സിം എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഡബിൾ കൺഫേം ചെയ്യണം. ഒരു ദിവസം ഡെയിലി ലിമിറ്റ് ഉണ്ടോ നെറ്റിന്, അതോ അൺലിമിറ്റഡ് ആണോ, അത് ഡബിൾ ചെക്ക് ചെയ്യണം. അത് ഞങ്ങൾക്കൊരു ചെറിയ പണി കിട്ടി, അതിൻ്റെ പേരിലാണ് ഞാൻ പറയണേ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങളെ ലഗേജ് എല്ലാം അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഗേജും പിക്ക് ചെയ്ത് ഇവിടുന്ന് കറൻസി മാറ്റുമ്പോൾ നമ്മൾ കോടീശ്വരന്മാരാട്ടോ. കാരണം വെച്ചാൽ ഇന്ത്യൻ മണിക്ക് ഇവിടെ ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ നമ്മളൊരു എക്സ്ചേഞ്ച് ചെയ്താൽ നമുക്ക് ലക്ഷപ്രഭു അല്ലെങ്കിൽ കോടീശ്വരന്മാരായി മാറും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ പുറത്തിറങ്ങി, ഒന്ന് ഫ്രഷായി, വാഷ്റൂമിലൊക്കെ പോയി എല്ലാം ഒന്ന് ഫ്രഷായി നമ്മൾ പുറത്തിറങ്ങി.
പുറത്തിറങ്ങിയിട്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഹോട്ടലിലോട്ട് പോകണം. നമ്മൾ ഹോട്ടലിൽ അടുത്തുള്ള ഡിസ്ട്രിക്ട് പോകണം. ഹോട്ടലല്ല, ഞങ്ങൾ അപ്പാർട്ട്മെൻ്റ് അടുത്തുള്ള, ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് അപ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും കൺവീനിയൻറ്റും. അപ്പാർട്ട്മെൻറ്റ് ഞാൻ പറയാം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഗ്രാബ് ബുക്ക് ചെയ്യും. ഗ്രാബാണ് വൺ ഓഫ് ദ ബെസ്റ്റസ്റ്റ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻ. ബാക്കിയുള്ള ടാക്സിയൊക്കെ ഭയങ്കര റേറ്റും നമ്മളെ സ്കാം ചെയ്യാനൊക്കെ ഉള്ള ഇതുണ്ട്. അപ്പോൾ ഗ്രാബ് കഴിയുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മൾ എടുത്ത ഗ്രാബിലെ വണ്ടി. നമുക്ക് ലഗേജ് ഉള്ളതുകൊണ്ട് നമ്മളൊരു 7 സീറ്റർ വണ്ടി എടുത്തത്. നമുക്ക് ഒരു ഫോർഡിൻ്റെ എവറസ്റ്റ് വണ്ടി വന്നു. അതിൽ നമ്മൾ ലഗേജ് എല്ലാം കയറ്റി അടിപൊളി വണ്ടിയായിരുന്നു. കാണുമ്പോൾ തന്നെ എന്ത് ലുക്കാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മളിത് ഈ കണ്ടോടത്ത് നമുക്ക് ബസ്സും കിട്ടും, ടൗൺ ബസ് കിട്ടും. അപ്പോൾ ടൗൺ ബസ്സും ഈസിയാണ്, ഈസി വേ ഓഫ് ആക്സസ് ആണ്. അപ്പോഴേക്കും നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നിരുന്നു. കാരണം വെച്ചാൽ ഇന്നലെ രാത്രി കഴിച്ചതല്ലേ, പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് സമയമുണ്ട്. നമ്മളെ ഹോട്ടൽ ചെക്ക് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 1 മണിക്ക് 2 മണിക്ക് ഉള്ളിലാണ്. അപ്പോൾ എന്തായാലും സമയമുണ്ട്. അപ്പോൾ ഇനി പോണ വഴിക്ക് ഫുഡ് എവിടെയും കഴിക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിലായിരുന്നു. ഹോച്ചിമിൻ സിറ്റി കൂടുതലായിട്ടും കുറേ സ്കൈ സ്ക്രാപ്പേഴ്സും വലിയ വലിയ ബിൽഡിങ്സും അങ്ങനെയുള്ള എല്ലാം ഉള്ള ഒരു ടൈപ്പ് ഓഫ് സിറ്റിയാണ്. ഭയങ്കര ന്യൂജൻ സിറ്റിയാണ് ഹോച്ചിമിൻ സിറ്റി എന്ന് പറയുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ ഇതേപോലെ കുറേ മോപ്പഡ് ബൈക്സ് ഉണ്ട് കേട്ടോ, കുറേ ബൈക്സ് ഉണ്ട്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മോഡറേറ്റ് ക്ലൈമറ്റാണ്. നല്ല അത്യാവശ്യം ചൂടുണ്ട്, പിന്നെ ചെറിയ മഴ ഇടയ്ക്ക് പെയ്യും. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ ഡ്രൈവർ ചേട്ടനോട് നമ്മൾ ചോദിച്ചു എവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റും, എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. എന്താ വെച്ചാൽ അപ്പോൾ പോണ വഴിക്ക് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കുറേ യൂണീക്ക് ഫുഡും ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള സ്ട്രീറ്റും, അത് ഏതൊക്കെ സ്ട്രീറ്റിൽ പോയാൽ എങ്ങനെയൊക്കെ നല്ലത് കിട്ടും, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ ഈ ചേട്ടനായിട്ടുള്ള നമ്മുടെ കോൺവെർസേഷൻസ് മൊത്തം. അങ്ങനെ ചേട്ടൻ പറഞ്ഞു ഇവിടുത്തെ യൂണീക്ക് ഫുഡ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ പറഞ്ഞു ഏതൊക്കെ മാർക്കറ്റിൽ പോയാൽ എങ്ങനെയൊക്കെയാണ് റേറ്റും കാര്യങ്ങളും അതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കാണുന്ന മോൾ, ഇത് വലിയൊരു മോളാട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് നമ്മൾ ഇവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളങ്ങനെ നേരെ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങി. സൈഗൺ സെൻറ്റർ മോൾ എന്നായിരുന്നു ഈ മോളിൻ്റെ പേര്. ഈ ഫ്ലോറിൽ മൊത്തം ഫുഡ് ഐറ്റംസ് ആയിരുന്നു. പല പല ഐറ്റംസും, പല പല സ്നാക്സ്, ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്സ്, അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ട്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, സെയിൽ ചെയ്യാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു മോളാട്ടോ ഇത്. നമ്മളും ഇനി എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ നമുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടെന്ന് ഒന്ന് മൊത്തത്തിൽ ആദ്യം ഒന്ന് ചുറ്റിക്കറങ്ങി. പക്ഷേ ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ വല്ലാണ്ട് റിസ്ക് എടുത്തില്ല. അപ്പോൾ നമ്മൾ നേരെ മെക്ഡി കയറി. മെക്ഡിയിൽ നമ്മൾ സെൽഫ് ഓർഡറിങ് ആണല്ലോ. സെൽഫ് ഓർഡർ ഇങ്ങനെ ഒരു സ്ക്രീനിൽ വന്ന് നമ്മൾ ഫുഡ് എന്താ വെച്ചാൽ ഓർഡർ ചെയ്ത് അത് ഓട്ടോമാറ്റിക്കാണ് പോയി. അങ്ങനെ നമുക്ക് പേയ്മെൻറ്റ് അതിൽ തന്നെ ചെയ്യാം. ആ മെഷീനിൽ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഫുഡ് എന്താ വെച്ചാൽ അത് ഓർഡർ ചെയ്യാം. ഇവിടുത്തെ പേയ്മെൻറ്റും ക്യാഷിൻ്റെ ഹാൻഡ്ലിങ്ങും കുറച്ച് ബുദ്ധിമുട്ടാവും ഇനീഷ്യലി. കാരണം വെച്ചാൽ എല്ലാം ലാക്സും അല്ലെങ്കിൽ തൗസൻഡ്സ് അങ്ങനത്തെ ഒരു കണക്കിലാണ് ഇത് പറയപ്പെടുന്നത്. നമുക്ക് ഒരു ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് ഇവിടെ ഓൾമോസ്റ്റ് 300 VND ആണ്. VND എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം ഡോങ്ങിന് അടുത്ത് വരും. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ക്യാഷുകളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ അത് നമ്മൾ യൂസ്ഡ് ആവും. അങ്ങനെ ഓർഡർ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ വന്നു. നമ്മൾ ബർഗേഴ്സും ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിച്ച് കഴിച്ചു. രാവിലത്തെ വിശപ്പ് മാറ്റി. എന്നിട്ട് നമ്മൾ ചുമ്മാ പുറത്തിറങ്ങി. നമുക്കിപ്പോഴും സമയം കുറച്ച് ബാക്കിയുണ്ട്. അപ്പം പിന്നെ കുറേ ഫോട്ടോ സെക്ഷൻ ആണെന്ന് വെച്ചു. കാരണം സ്ട്രീറ്റെല്ലാം നല്ല ഭംഗിയായിരുന്നു. പിന്നെ നമ്മൾ ഹോട്ടലിലോട്ട് ഇവിടുന്ന് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്ത അഗോഡ വഴിയാണ്. അഗോഡ വഴി ഹോട്ടലല്ല, ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ആ അപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ നടക്കാനുള്ള ദൂരം, അതാണ് ഇതിൻ്റെ ചുറ്റുവട്ടത്താണ് നമ്മളെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അങ്ങനെ അപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ പയ്യെ നടന്നു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ക്യൂബിസിറ്റി മെട്രോ ഹൗസ് എന്നായിരുന്നു നമ്മളെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. അഗോഡയിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഹോസ്റ്റൊക്കെ വന്നു. ഹോസ്റ്റ് വന്നിട്ട് ഒരു ക്ലീൻ പ്രോസസ് എല്ലാം കഴിഞ്ഞ് റൂം റെഡി ആയിരുന്നു. അപ്പോൾ റൂം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ നല്ല അടിപൊളി അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. നല്ല നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല യെല്ലോ ഷെയ്ഡിൽ, യെല്ലോ വൈറ്റ് കോമ്പിനേഷനുള്ള നല്ല അടിപൊളി നല്ലൊരു പ്രീമിയം ലുക്കിംഗ് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. നമുക്കിതൊരു ഓൾമോസ്റ്റ് 3500 റുപ്പീസിന് പെർ ഡേ വെച്ചിട്ടായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിൽ നമ്മളൊരു 2.5 days ഉണ്ട്. അപ്പോൾ അത്രയും ദിവസം നമ്മൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യണത്. പിന്നെ ഈ അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല നീറ്റും കുറേ എസ്തെറ്റിക്സ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റി. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു അത്. പിന്നെ ഞങ്ങളൊരു 4 പേരുള്ളതുകൊണ്ട് ഞങ്ങൾ മോസ്റ്റ്ലി അപ്പാർട്ട്മെൻറ്റ് തന്നെ ചൂസ് ചെയ്യാറ്. ബിക്കോസ് എല്ലാം കൊണ്ടും അത് തന്നെയാണ് കൺവീനിയൻ്റ് ആവാറ് ഞങ്ങൾക്ക്. പിന്നെ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നു. അപ്പോൾ രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വരാം. അപ്പോൾ ശരി, ബൈ. അടുത്ത എപ്പിസോഡ് കാണാം.